ഹായ് ഫ്രണ്ട്, ഇത് അഞ്ചിയങ്ങ് കോട്ടയാണ്. ഇത് വളരെ പഴക്കമുള്ളൊരു കോട്ടയാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്ത് ഉള്ളൊരു കോട്ടയാണ്. ഇത് വളരെ ഫേമസാണ് ഇപ്പോഴും. ഇത് ഇവിടെ ടൂറിസ്റ്റ് ഒരുപാട് പേര്, വെളിയിലുള്ള ആൾക്കാരും ഇന്ത്യയുടെ അകത്തുള്ള ആൾക്കാരും സഞ്ചരിക്കുന്ന ഒരു ടൂറിസ്റ്റ് മേഖലയാണ്. ഇത് വളരെ നല്ലൊരു കാഴ്ചയുണ്ട്. ഇതിൻ്റെ അകത്ത് വന്നാൽ നമുക്കത് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഇവിടെ ഇതിൻ്റെ ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാഴ്ചകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് പഴയ കോട്ടയാണ്. ഇവിടെ ഒരുപാട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടമൊന്നും മനസ്സിലായില്ല. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന മുമ്പേ ഉള്ള ഒരു ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്ത് പണിഞ്ഞൊരു കോട്ടയാണിത്. അഞ്ചുതെങ്ങ് കോട്ടയാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് കാഴ്ചകൾ ഇതിൻ്റെ അകത്തുണ്ട്. അത് ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇത് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇന്ത്യയുടെ പുറത്തുനിന്നും ഇന്ത്യയുടെ അകത്തുനിന്നുള്ള ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നുണ്ട് ഇത് കാണാൻ വേണ്ടി. ഈ കോട്ടയൊക്കെ ചരിത്ര ഇതിലുള്ളതാണ്. കാര്യം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തുണ്ട്. അത്രയും ഒരുപാട് പഴക്കമുള്ള കോട്ടകളാണ് ഇത്. ഇപ്പോഴും ഇത് പ്രവർത്തനമുണ്ട്. ഇവിടെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ചെയ്യുന്ന സമയങ്ങളിൽ ഇത് നമുക്ക് വളരെ പഴക്കമുള്ളൊരു കോട്ടയാണ്. ഇത് നമുക്ക് കാണാനും നമ്മൾ ഇതിൻ്റെ കോട്ടയുടെ മേളിൽ നിന്നാൽ കടൽ കാണാം. കടലുമായിട്ടുള്ള ഒരു സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ്. കടലിൻ്റെ അടുത്ത് തന്നെ ഈ കോട്ടയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കടലും ഇതുമായിട്ട് ഇതിൻ്റെ കോട്ടയുടെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കടലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് ഒരുപാട് ഇതിൽ തന്നെ നമുക്ക് ലൈറ്റ് ഹൗസ് ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. നമുക്കത് ഒരുപാട് കാണാൻ പറ്റുന്ന ഇതാണ്. ഒരുപാട് അത് മാത്രമല്ല, ഈ കോട്ടയെക്കുറിച്ച് നമുക്ക് ചരിത്ര ഒരു ഇതാണ്. കാര്യം ഇങ്ങനെയുള്ള ഒരുപാട് കണ്ണൂർ കോട്ട, ഇങ്ങനെയൊക്കെ ഒരുപാട് കോട്ടകൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്ത് അവർക്ക് സഞ്ചരിക്കാനും പോകാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കോട്ടയാണ്. അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ഇത് പോകുന്നുണ്ട്. ഒരുപാട് പഴക്കമുള്ളൊരു കോട്ടയാണ്. നമുക്കത് എടുത്തു പറയാം. കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് കാണാനാണ് നല്ലൊരു വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഇതൊക്കെ. നമുക്കിത് കാണാൻ വേണ്ടി ഒരുപാട് ഇതിൽ ചരിത്രമായിട്ടുള്ള അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഉള്ള ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്ത് തന്നെ ഇതുണ്ടായിരുന്ന ഒരു കോട്ടയാണ്. ഇന്നും അത് നിലനിന്ന് പോകുന്നുണ്ട്. ഇന്നും യാതൊരു കുഴപ്പമില്ല. ഈ കോട്ടയ്ക്ക് വളരെ നല്ല ഇതിൽ തന്നെ പോകുന്നുണ്ട്. വളരെ ലൈറ്റ് ഹൗസ് ഇതെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ചരിത്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലുള്ളതാണ്. ഈ കോട്ടയൊക്കെ നമ്മളിവിടെ വന്ന് കാണേണ്ടതാണ്. ഇത് നമ്മൾ ചരിത്രമായിട്ടുള്ള ഒരു സംഭവങ്ങൾ ഉള്ള ഒരു കോട്ടയാണ്. കാര്യം ഞാൻ വീണ്ടും പറയുന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴുള്ള കോട്ടകളാണ് ഇത്. ഇന്നും ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ഈ കോട്ടയെക്കുറിച്ച് നമുക്ക് എടുത്തു പറയാം. കാര്യം ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഈ കോട്ടയുടെ മേളിൽ നമ്മൾ കയറി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കടൽ, ലൈറ്റ് ഹൗസ് ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന ഒരു കോട്ടയും കൂടെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട്, ഞാൻ വീണ്ടും പറയുന്നു, ഒരുപാട് സഞ്ചാരികൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ടൂറിസ്റ്റുകളും ഇന്ത്യയുടെ പുറത്തുനിന്നും ഇന്ത്യയുടെ അകത്തുള്ളവരും ഒരുപാട് ഇത് വരുന്നുണ്ട് ഈ കോട്ട കാണാൻ വേണ്ടി. അത് വളരെ നമുക്ക് എടുത്തു തന്നെ പറയാം. കാര്യം എന്ന് വെച്ചാൽ ഈ കോട്ടയെക്കുറിച്ച് നമ്മൾ വന്ന് കാണുന്നത് നല്ല ഇതാണ്. ഇത്രയും പഴക്കമുള്ള ഈ ലൈറ്റ് ഹൗസ് ഇതിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞ് നമുക്കെല്ലാം, ഈ കോട്ടയുടെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ കടൽ, ഇതിൻ്റെ ലൈറ്റ് ഹൗസ് ഇതെല്ലാം നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കോട്ടയും കൂടെയാണ്. ഈ ഒരുപാട് ഈ ലൈറ്റ് ഹൗസ് ഇതിൻ്റെ ഉണ്ട്. നമ്മൾ ഈ കോട്ടയുടെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. കാര്യം കടൽ, ലൈറ്റ് ഹൗസ് ഇതൊക്കെ ഇതിൽ വരുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് എടുത്ത് പറയാനും ഇതിൻ്റെ അകത്ത് കയറുമ്പോഴും മാത്രമേ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കോട്ടയെന്ന് വെച്ചാൽ വളരെ പ്രാധാന്യമുള്ളൊരു കോട്ടയും കൂടെയാണ്. നമുക്ക് വളരെ നല്ലൊരു ഒരു കോട്ടയാണ്. അഞ്ചുതെങ്ങ് കോട്ടയാണ് ഇത്. നമുക്ക് വളരെ ഫേമസ് ഒരു കോട്ടയാണ്.
പഴക്കമുള്ളൊരു കോട്ടയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ കോട്ടയിൽ വന്നാൽ നമുക്ക് ഒരുപാട് ആശ്വസിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരും. അത് നമുക്ക് ഈ വീഡിയോ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും. പോയി വന്ന് ആൻഡ് ഷോട്ട് ആൻഡ് ബ്രേക്ക് എന്ന് നിങ്ങളുടെ സ്വന്തം നൂമാൻ.